അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. സ്ഥിരമായി വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുത്ത ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത, കൊതി തീരാത്ത ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരിക്കണം. എന്നിട്ട് അതിൻ്റെ തണുപ്പൊക്കെ വിട്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് എടുക്കുക. എന്നാലാണ് നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ മാവ് സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ 2.25 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഈ ഒരു പലഹാരം മധുരത്തിൻ്റെ പലഹാരമാണ്. അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. മധുരം കുറച്ച് തയ്യാറാക്കിയെടുത്താൽ മതി എന്നുള്ളവർക്ക് അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊരു കളറായിട്ട് കിട്ടണം എന്ന് ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും മതി. ഇനി ഇതെല്ലാം കൂടി ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നവരെ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കാം. ബീറ്റർ വെച്ച് അടിച്ചെടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കുകയോ ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഞാനിവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ ഈ പലഹാരം. 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് റവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിക്കേണ്ടതില്ല. ഈ ഒരു മുട്ടയുടെ നനവ് വെച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് റവ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ട കെട്ടാതെ നല്ല രീതിയിൽ ഇതുപോലെ ഉടച്ചുടച്ച് ഇളക്കി കൊടുക്കണം. ഇതുപോലെ സ്പാച്ച് വെച്ച് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കണം. എന്നാലേ ഈ ഒരു റവയും മുട്ടയൊക്കെ ആയിട്ട് നന്നായിട്ട് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. ഈ റവ കുതിർന്ന് വരണം ഈ ഒരു മുട്ടയിൽ. ഇപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒരു 15-20 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒന്നുകൂടി റവ വീർത്ത് വന്നിട്ട് അത് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് നമ്മുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് വലിപ്പത്തിലും ഏത് ഷേപ്പിലും വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ തന്നെ ഈ ഒരു വലിപ്പത്തിൽ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ പലഹാരം തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുപാട് വലിപ്പത്തിൽ എടുക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറുതായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ എളുപ്പമാണ്. വലിപ്പത്തിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകം വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഞാനിവിടെ എല്ലാ മാവും ഇതേപോലെ 2 പാത്രത്തിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിം കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അകം വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരേപോലെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിലും ആ ഒരു ഫ്ലെയിമിൽ തന്നെ എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഒരുപോലെ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരുന്നില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഈ പലഹാരം എണ്ണ കുടിക്കുന്നുമില്ല. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം ഒരു 30-40 സെക്കൻഡ് മാത്രം വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്ക് ഇത് വെന്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരം റെഡിയായി കിട്ടി. ഇത് മുഴുവനായിട്ടും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സ്പോഞ്ച് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പലഹാരമാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.